നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് രണ്ടാം ദിവസവും സഭ കൂടിയിരിക്കുകയാണ്. അവിടെ തുടങ്ങി. പക്ഷേ പ്രതീക്ഷിച്ച ഒരാൾ ഇന്ന് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടൽ എത്തിയപ്പോൾ അത് വലിയ രീതിയിലൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. വരുന്നില്ല എന്നുള്ള സസ്പെൻസ് ഒക്കെ പൊളിച്ചുകൊണ്ട് അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്രതീക്ഷകളൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് ഇതുവരെയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തില്ല എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇന്ന് ഭരണപക്ഷത്തിനൊരു ആയുധമായിരുന്നു. എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ അതൊരു തിരിച്ചൊരു ആയുധമാക്കി അങ്ങോട്ട് ഉപയോഗിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തായാലും ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി പോയി എന്ന് വേണം പറയാം, അല്ലേ? എന്തായാലും ഇന്ന് രാവിലെ സഭ തുടങ്ങിയിരിക്കുകയാണ്. ആരോഗ്യ മേഖലയുടെ ബലക്ഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച കൂടുതലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി വീണ ജോർജ് വളരെ കടുകട്ടിയായിട്ട് തന്നെ അതിനെ ന്യായീകരിക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. അതെന്തായാലും ഒരു ഭാഗത്ത് നടക്കുന്നു. നമ്മളുടെ വിഷയം രാഹുൽ എന്തുകൊണ്ട് എത്തുന്നില്ല, ഇത് തന്നെയാണ് വിഷയം. നമുക്കറിയാം ആരോഗ്യ മേഖലയുടെ പ്രതിസന്ധി. ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ പറഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് മുൻനിരയിൽ നിൽക്കുകയാണ്. ഒരു പക്ഷേ രാഹുൽ ഇന്ന് എത്തുകയാണെങ്കിൽ രാഹുലിലേക്ക് ശ്രദ്ധ മാറ്റുകയും ഭരണപക്ഷം അതൊരു ആയുധമാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ KPCCയുടെ നേതൃത്വ യോഗം ഇന്നലെ നടന്നിരുന്നു. അവർ ഒത്തൊരുമയോടെ എടുത്ത ഒരു തീരുമാനമായിരിക്കാം രാഹുലിന്. ഒരു പക്ഷേ രാഹുലും അത് ഒരു പക്ഷേ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ രാഹുൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നേരെയുള്ള കണ്ണുകൾ സംസ്ഥാനത്തെ പല വിഷയങ്ങളിലേക്കും സർക്കാർ മാറ്റി നിർത്തുന്നു, വ്യതിചലിക്കുന്നു എന്നുള്ളത് രാഹുൽ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇന്നലെ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. ഒരു പക്ഷേ രാഹുലിനും അത് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇന്ന് രാഹുൽ സ്വമേധയാ എടുത്ത തീരുമാനമാകാം. ഒരു പക്ഷേ KPCC നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം രാഹുലിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കാം. ഏതായാലും രാഹുലിൻ്റെ പുറകെ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ വെളുപ്പാങ്കാലം 3 മണിക്ക് രാഹുൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാത്ത ഇന്ന് പല മാധ്യമങ്ങളിൽ ഇന്ന് 3 മണിക്ക് മുമ്പേ രാഹുലിൻ്റെ വീട് പതുക്കൽ നിന്നിരുന്നു. അപ്പോൾ 8 മണിക്കലത്തെ രാവിലത്തെ മോർണിംഗ് ഷോയിലും ചർച്ചകളിലും ഒക്കെ രാഹുൽ ഇറങ്ങിയോ എന്ന് പല ആങ്കേഴ്സും പല ജേർണലിസ്റ്റുകളും ഇത്തരത്തിൽ ചാനലുകളിൽ ചോദിച്ചപ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇന്ന് വരാൻ സാധ്യതയില്ല. കാരണം സഭ നടക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിന് ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. രാഹുൽ വരുവാണ്. ഒരു പക്ഷേ ഇന്നലെ SFIയുടെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടേ, ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്നു SFI ഒരു പ്രതിഷേധം നടത്തിയ. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഭരണപക്ഷം അതൊരു ആയുധമാക്കി മുമ്പോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശ്രദ്ധ മുഴുവനും രാഹുലിലേക്ക് തിരിയും. അപ്പോൾ ഈ ഉന്നയിക്കേണ്ടുന്ന പല വിഷയങ്ങളും ഉന്നയിക്കാൻ പറ്റാതാവും. സർക്കാർ രക്ഷപ്പെടുകയും ചെയ്യും. അത് ഒരു പക്ഷേ പ്രതിപക്ഷത്തിനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. അത് അവർ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം രാഹുലിനെ മാറ്റി നിർത്തിയത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ വരില്ലേ എന്ന് ചോദിച്ചാൽ 2 ദിവസത്തിനകത്ത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ചിലപ്പോൾ മർദ്ദനങ്ങൾ ഉൾപ്പെടെയുള്ള ചർച്ചകൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ഒരു പക്ഷേ രാഹുൽ മാറി നിൽക്കും. കാരണം രാഹുൽ വരുന്ന ദിവസങ്ങൾ ഇന്നലെ രാഹുൽ വന്നു. എന്തുകൊണ്ടാണ്? ഇന്നലെ ഒരു അനുശോചന ചടങ്ങാണ്. കൃത്യമായിട്ട് അവർ ആ ഒരു ചടങ്ങ് അലങ്കോലമാക്കാൻ ഒരിക്കലും ഭരണപക്ഷം അത് ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. ഇനി രാഹുലിന് ഒരു പക്ഷേ 2 ദിവസത്തെ ലീവ്, വ്യക്തിപരമായിട്ടുള്ള ലീവ്, അല്ലെ പേഴ്സണൽ ഞാൻ വരത്തില്ല, എൻ്റെ ചില കാര്യങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞ ലീവ് ഇത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സന്ദർഭം പ്രതിപക്ഷം നന്നായിട്ട് ഉപയോഗിക്കുകയും അത് ഭരണപക്ഷത്തിന് ഇതാക്കുകയും ചെയ്യും. പക്ഷേ ഒരു പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് രാഹുൽ തിരികെ സഭയിൽ എത്താനും സാധ്യതയുണ്ട്. മാത്രമല്ല പാലക്കാട് രാഹുൽ സജീവമാകും എന്നുള്ള തീരുമാനമാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അവിടെയും ചില കാര്യങ്ങൾ സംശയാസ്പദമായിട്ടിരിക്കുകയാണ്. KPCC കോൺഗ്രസ് എത്രമാത്രം രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളത്. ഒരുപക്ഷെ VD സതീശൻ ഇങ്ങനെ വലിയൊരു വാശിയിൽ തന്നെ നിൽക്കുന്നത്. എന്തിനാണ് ഇത്രത്തോളം ഈഗോ ക്ലാഷ് എന്നാണ് ഒരുപക്ഷെ ജനം ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ ആരോപണ വിധേയം മാത്രമാണ്, അല്ലാതെ ഒരു പരാതിയോ അല്ലെങ്കിൽ FIR അങ്ങനെ യാതൊന്നും തന്നെ രാഹുലിനെതിരെ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് വരട്ടെ എന്ന് സൗമ്യമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യഗൗരവത്തോടെ കോൺഗ്രസിന് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും എടുക്കാതെ സഡൻ അതായത് എട്ടിപ്പിടി എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി പാലക്കാടേക്ക് പോകുന്ന രാഹുലിനെ SFI തടയാൻ സാധ്യതയുണ്ട്. DYFI തടയുമെന്ന് പറയുന്നു, BJP തടയുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു തടയൽ പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ തടയുമെന്നുള്ള രീതിയിൽ വരും എന്നുള്ളൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസ് DCC അവിടെ എത്തരത്തിൽ രാഹുലിനെ പ്രതിരോധിക്കും, കവചമായി നിൽക്കും എന്നുള്ളതാണ് സംശയമായിട്ടിരിക്കുന്നത്. കാരണം KPCC എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് DCCക്ക് പ്രവർത്തിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അത് KPCCയുടെ തീരുമാനം എന്താണെന്നുള്ളതാണ് ഇനി അറിയാൻ
അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ രാഹുൽ കോൺഗ്രസിൻ്റെ ഒരു ഭാഗമല്ല, മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ഒരു പക്ഷേ രാഹുലിന് കവചമായി DCCയോ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ ഒക്കെ വരികയാണെങ്കിൽ അതൊരു പക്ഷേ കോൺഗ്രസിനെ വീണ്ടും ബാധിക്കാൻ സാധ്യതയില്ല എന്നൊരു ചോദ്യം വരും. പക്ഷേ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ മറുഭാഗത്ത് ജനങ്ങൾ രാഹുലിനോടൊപ്പം ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം കവചമായി വരുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എന്തിനാണ് രാഹുലിനോട് ഇത്ര ഒരു ഇത്? കാരണം ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുമ്പോഴും എന്തുകൊണ്ട് കോൺഗ്രസ് CPM-ഉം BJP എടുക്കുന്ന ചില ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായവർക്ക്, അത് കേസ് വരെ പോയവർക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും കോടതിയിൽ അവർ വാദിക്കുന്നിടത്ത് അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തതിൻ്റെ ഒരു പകുതിയുടെ വേണ്ട ഒരു കാൽഭാഗമെങ്കിലും എന്തുകൊണ്ട് രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൂടാ? ഒന്നുമില്ലെങ്കിലും കുറേ ചോരയും നീരും ഒക്കെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കളഞ്ഞ ഒരു യുവ നേതാവ് തന്നെയാണ്. നിരവധി അടികളും മർദ്ദനമുറകളും നിരവധി തവണ രാഹുൽ തന്നെ പറഞ്ഞ് ജയിലിൽ കിടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. കോൺഗ്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യുവനിരയിലെ ഒരു പ്രധാന വ്യക്തിയാണ്, ഒരു കവചമായി നിന്നിട്ടുള്ള വ്യക്തിയാണ്. പലപ്പോഴും ഭരണപക്ഷത്തിനോട് കയർത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിവുള്ള ചാനൽ ചർച്ചകളിലൊക്കെ അത്രയേറെ, ഒരു പക്ഷേ രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞു, പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞോണം തർക്കിച്ചിട്ടുണ്ട്, രണ്ട് ഭാഗം ശത്രുക്കളായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അത്രത്തോളം പലരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ മറ്റാർക്കും കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർക്ക് ഈ ചാനൽ ചർച്ചകളിൽ വളരെ നിർജീവമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു അന്നത്തെ കാലത്ത് നടത്തിയിരുന്നത്. കാരണം കോൺഗ്രസ് നേതാക്കന്മാരെ സത്യം പറഞ്ഞ ബാക്കിയുള്ളവരെല്ലാം കൂടെ പിച്ച് ചീന്തി പറഞ്ഞയക്കുന്ന രംഗങ്ങൾ ആരും അത്രത്തോളം എത്തപ്പെടാനില്ലാത്ത ആൾക്കാർ കുറവായിരുന്നു. കാരണം കറക്റ്റ് കൗണ്ടർ പോയിന്റ് അടിച്ച് നിൽക്കാൻ പറ്റുന്നവർ അന്ന് അപൂർവം. പക്ഷേ ഈ രാഹുൽ, ഷാഫി ഇങ്ങനെയുള്ളവരുടെ ഒരു മാധ്യമ ശ്രദ്ധ വന്നതിന് ശേഷമാണ് മറ്റുള്ളവരും ഗൗരവപൂർവ്വം എടുക്കുകയും യുവ നേതാക്കൾ ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ നല്ല കൗണ്ടർ പോയിന്റ്സ് നല്ല രീതിയിലാണ് അവർ കൊടുക്കുന്നത്. അത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകൾക്കൊക്കെ വന്നതിന് ശേഷമാണ് പ്രധാന വിഷയങ്ങളെല്ലാം രാഹുൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് കൃത്യമായ മറുപടി അത് അളന്നു കുറിച്ച് കൃത്യമായി രാഹുൽ കൊടുക്കുന്നത്. അതാണ് രാഹുലിന് ഇത്രയും ഒരു ആരാധകർ തന്നെ ഉള്ളത്, ഒരു പക്ഷേ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതുകൊണ്ടാണ്. അപ്പം അത്തരത്തിൽ പലപ്പോഴും പ്രതിപക്ഷം നിർജീവമായിരുന്ന ഘട്ടത്തിലെല്ലാം രാഹുലിൻ്റെ ബുദ്ധിയും ശക്തിയും വാക്കുകളും വായുമൊക്കെ ഉപയോഗിച്ച് അതിനെ ഒരു പരിചയമായിട്ട് നിർത്തിയ രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ ഇത്രത്തോളം അകറ്റി നിർത്തേണ്ട കാര്യമില്ല. ആരോപണ വിധേയനാണ്. ഇപ്പോൾ അദ്ദേഹം MLA ആണ്. കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കവചമായി നിൽക്കുക. ഇരു പാർട്ടികളും അവരെ എതിർത്തോട്ടെ, പക്ഷേ ഞങ്ങളുടെ പാർട്ടി അല്ലെങ്കിലും പാലക്കാട് MLA ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുണ്ട്. മറ്റുള്ള ആരോപണ വിധേയരുമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഒരു പാർട്ടി എടുക്കുന്ന തീരുമാനമായിട്ട് വേണമെങ്കിലും രാഹുലിനെ സംരക്ഷിക്കാം. ഇപ്പോൾ പാർട്ടിയിലെ സ്വന്തം നേതാവെന്നുള്ള രീതി വേണ്ട. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല. അദ്ദേഹം ഇപ്പോൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പാലക്കാട്ടെ MLA ആയതുകൊണ്ടും ജനവികാരം അദ്ദേഹത്തിന് അനുകൂലമായതുകൊണ്ടും ഞങ്ങളത് സംരക്ഷിക്കുന്നു എന്നുള്ള നിലപാട് വേണമെങ്കിൽ കോൺഗ്രസിന് എടുക്കാമല്ലോ. ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ സഭയിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഒരു ചില ആരോപണങ്ങൾ, അതായത് രാഹുൽ അവിടുന്ന് ഇറങ്ങിയതല്ല, ഒരു കുറിപ്പ് രാഹുലിന്റെ ഡെസ്കിലോട്ട് എത്തി. അതെന്താണെന്ന് അറിയില്ല, അത് പ്രതിപക്ഷ നിരയിൽ നിന്ന് വന്ന കുറിപ്പാണെന്നാണ് പറയുന്നത്. അതിനൊരു മറുപടി രാഹുൽ എഴുതുന്നു, അത് കൊടുക്കുന്നു. അതിനുശേഷം രാഹുലല്ലേ മറുപടി കൊടുക്കുന്നത്, കൃത്യമായിട്ട് മറുപടി കൊടുത്തു കാണുക എന്ത് തന്നെയല്ലേ അത് പറയുന്നുണ്ട്. അതൊരു ഇതാക്കി പറയണ്ട, അവിടെ നിന്ന് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞതായി അത് ഞാൻ കണ്ടു. ഏതോ ഒരു മര്യാദക്ക് എഴുതാനെങ്കിലും പഠിക്കും. ഇച്ചിരി നമ്മുടെ മന്ത്രിമാരുടെ കാര്യം ഇച്ചിരി വിവരമുള്ളവനെ എഴുതിയിരുന്നെങ്കിലും വേണ്ടിയില്ല. ഞാൻ കണ്ടിരുന്നു. അതൊരു ചീത്ത ഭാഷ ഉപയോഗിച്ച. അപ്പൊ അത് ഇത് ട്രോളാക്കാൻ വേണ്ടി ആരോ എഴുതിയതാ. പക്ഷെ എനിക്കൊന്നും DYFIയുടെ എന്തോ CPM-ന്റെ ചാനലിൽ കൂടെ വന്നു. ആ DYFI പ്രവർത്തകൻ, ഇത് എഴുതിയ DYFI പ്രവർത്തകനോട് പറയാനുള്ള ട്രോളാക്കാൻ വേണ്ടിയിട്ടാണ് ആണെങ്കിലും മര്യാദയ്ക്ക് നല്ലൊരു കയ്യക്ഷരത്തിൽ എഴുതിയിരുന്നെങ്കിൽ വേണ്ടിയല്ല. പക്ഷെ ഇപ്പുറത്ത് ഓക്കേന്ന് കൊടുത്ത കയ്യക്ഷരം പിന്നെയും ഭേദമായിരുന്നു. പക്ഷെ അതല്ല, ശരിക്കും അതൊന്നും ആയിരിക്കത്തില്ല കുറിപ്പ്. അത് സഭയുടെ ചില കാര്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞോണം ചില എന്തെങ്കിലും കാര്യമായിരിക്കാം. പക്ഷേ അത് ഇറങ്ങിപ്പോടാന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ആയിരിക്കില്ല. അതൊരിക്കലും ഒരു സഭയിൽ അങ്ങനെ കൊടുക്കത്തില്ല. എല്ലാവരും നമ്മൾ ഈ പറയുന്നോണം ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് ചെയ്യും. പക്ഷെ ഒരു വ്യക്തിഹത്യ
വ്യക്തിഹത്യയൊന്നും സഭയ്ക്കകത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഒരിക്കലും ഒരു വ്യക്തിഹത്യ അങ്ങനെ ഉണ്ടാവിട്ടില്ല. ഉണ്ടായപ്പോഴെല്ലാം പലപ്പോഴും ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് തോന്നുന്നു ഇതേപോലെ കോൺഗ്രസ് പാർട്ടിയിൽ ഉമ്മൻചാണ്ടി അന്നത്തെ കാലത്ത് എന്തോ പ്രതിരോധി. അപ്പോൾ പക്ഷേ VS അത് പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, സഭയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു അങ്ങനെ തെറ്റ് തന്നെയാണെന്ന് അദ്ദേഹം പറയും. പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ കുറച്ചുകൂടി എക്സ്ട്രയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഴിചാരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു പരിധി കഴിഞ്ഞിട്ട് അവർ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഉണ്ടാവില്ല. അവരുടെ ഇടയിൽ എപ്പോഴും ഒരു ബഹുമാനം നിലനിർത്തി, അതാണല്ലോ ജനാധിപത്യ വ്യവസ്ഥ. രാഷ്ട്രീയത്തിൽ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ പറയുന്നതോളം ഇന്നിപ്പോൾ ആരോഗ്യ മേഖലയെ പറ്റി, അതൊരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ടൊന്നും അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് CPM-കാർക്ക് ഒരു വിരോധവുമില്ല, BJP-കാർക്കും വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ BJP നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ CPM നേതാക്കന്മാരെയോ ഒന്നും പ്രത്യേകിച്ച് അവരുടെ ഒന്നും ചതിക്കാനോ വെട്ടിലാക്കാനോ പോയിട്ടില്ല. അതുകൊണ്ട് വ്യക്തിപരമായൊന്നുമില്ല, രാഷ്ട്രീയപരമായിട്ട് തർക്കങ്ങൾ വരുമെന്നുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ സഭയിൽ സ്പീക്കറിൻ്റെ നിർദ്ദേശാനുസരണമാണ് രാഹുൽ വന്നത്. അവിടെ വേറൊരാൾക്ക് അങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാഹുലിന് അത് തീർച്ചയായിട്ടും സ്പീക്കറിന് കൊടുക്കാം, തീർച്ചയായിട്ടും ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തായാലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ എന്തോ കൃത്യമായിട്ട് ഒരു പക്ഷേ കോൺഗ്രസ്സിലുള്ള ആരെങ്കിലും സുഹൃത്തുക്കളായിരിക്കാം കൊടുക്കുകയും അതിന് കൃത്യമായ മറുപടി രാഹുൽ കൊടുക്കുകയും ചെയ്തു. ഒരു പക്ഷേ നാളത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്നടത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഇതൊന്ന് അറിയിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് കൃത്യമായ മറുപടി രാഹുൽ എന്തായാലും കൊടുക്കും. രാഹുലല്ലേ മുതൽ, അപ്പോൾ കൃത്യമായി മറുപടി കൊടുക്കും. നമ്മുടെ ചർച്ച വ്യതിചലിച്ചു പോകുന്നു. ഏതായാലും രാഹുൽ ഇനിയുള്ളത് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ട് ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പാലക്കാട്ടെ പല കാര്യങ്ങളിലും ഇടപെടാനുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ നിൽക്കുന്നത്. കാരണം ചില വിഷയങ്ങളുമായിട്ട് പട്ടയം വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാലക്കാട് സജീവമാകാൻ പോവുകയാണ്. അത് മന്ത്രിക്ക് പരാതി കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാലക്കാട്ടേക്ക് പോകും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ രാഹുലിന് എങ്ങനെയാണ് സ്വീകരണം എന്നുള്ളത് അവിടെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. ഒരു പക്ഷേ രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പിണറായി വിജയൻ്റെ പോലീസിനായിരിക്കും. കാരണം രാഹുൽ MLA ആണ്, നിലവിലും MLA ആണ്. MLA ആയിരിക്കുന്ന ഒരു വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം. ഇന്നലെ SFI ഇറങ്ങിയപ്പോൾ ആരാണ് പ്രൊട്ടക്റ്റ്? പോലീസാണ് പ്രൊട്ടക്റ്റ്. ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർക്കാണ്. മുഖ്യമന്ത്രിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം രാഹുലിനെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും നടക്കത്തില്ല. ഇനി കോൺഗ്രസും BJP-യും CPM-ഉം എല്ലാം കൂടെ ഈ പറഞ്ഞ പല പാർട്ടിയും കൂടെ വന്ന് ഇത് മറിച്ചാലും പക്ഷേ ഉത്തരവാദിത്തം പിണറായി സർക്കാരിനാണ്. അതുകൊണ്ട് അവർ കൂടുതൽ ഒരു ബഹളത്തിനോ ഇതിനൊന്നും പോകത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധമൊക്കെ കാണുമായിരിക്കും. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് രാഹുലിന് അവിടെ നിന്നെങ്കിലേ പറ്റൂ. അങ്ങനെ നിൽക്കണം, അങ്ങനെ പ്രതിരോധിച്ച് തന്നെ നിൽക്കട്ടെ രാഹുൽ. കാരണം ഈ പറഞ്ഞതുപോലെ വാദിയും പ്രതിയൊന്നും ഇല്ലാതെ ശൂന്യാകാശത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു പരാതി, അത് ഇപ്പോൾ റിനിയുടെ പരാതി എങ്ങനെ അത് എടുക്കുമെന്ന് പോലും ക്രൈംബ്രാഞ്ചിന് അറിയില്ല. കാരണം അത് വലിയൊരു രീതിയിലുള്ള ഒരു പരാതി ആയിരിക്കത്തില്ല. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ലൈംഗിക ചുവയുള്ള ഭാഷ ഉപയോഗിച്ചെന്നോ അല്ലെങ്കിൽ തന്നെ മോശമായ രീതിയിൽ സംഭാഷണം ഉണ്ടായെന്നോ ഉള്ള ഏതെങ്കിലും ചെറിയ ചാറ്റ് ഉപയോഗിച്ചായിരിക്കും പരാതി കൊടുത്തിരുന്നത്. പക്ഷേ അതും കോടതിയിലെത്തുമ്പോൾ ഷൂ ആയി പോകാനാണ് സാധ്യത. 3.5 വർഷമായിട്ടുള്ള ചാറ്റിങ്ങിൽ ഇപ്പോഴാണോ കൊണ്ടുവരുന്നത് കോടതി ഒരു പക്ഷേ റിനി ആയിരിക്കും അതിൽ വെട്ടിലായിരിക്കുന്നത്. അതൊക്കെ നിർജീവമായി പോകത്തേ ഉള്ളൂ. ഇന്നലെ രാഹുൽ ഈശ്വർ റിനിക്കെതിരെ ഒരു പരാതി കൊടുത്തെന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ, അത് ഏത് തരത്തിലാണെന്നുള്ള അറിയില്ല. അതിൻ്റെ ഞാനത് ശ്രദ്ധിച്ചില്ല, ചെറിയൊരു ഇതാണ് രാഹുൽ ഈശ്വർ പുറത്തു വിട്ടത്. അപ്പോൾ ഇത്തരത്തിൽ റിനിയുടെ പരാതി എത്രമാത്രം വില പോകും, FIR ഇടാൻ പോലും ഇത്രയും ദിവസമായിട്ട് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല. അപ്പോൾ അതിൽ തന്നെ അറിയാം അതിൽ ബലമില്ല എന്നുള്ളത്. കാരണം 3.5 വർഷമായിട്ട് സൗഹൃദത്തിലായിരിക്കുന്ന വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള ഭാഷ ഉപയോഗിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്തില്ല, എന്തുകൊണ്ടാണെന്ന് പരാതിപ്പെട്ടില്ല. ഇപ്പോഴും സുഹൃത്താണെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് സഹിതം മാധ്യമങ്ങൾക്കുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വില പോകില്ല. അപ്പം ഇത്തരത്തിലുള്ള നമ്മളുടെ ഒരു സൗഹൃദത്തിൽ നമ്മളെ ഒരു അനാവശ്യമായിട്ട് 3 മിനിറ്റിൽ അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടുതൽ നോട്ടം ഇട്ടാൽ പോലും ഒരു സ്ത്രീക്ക് പരാതി കൊടുക്കുക, അത് ബലപ്പെടും. പക്ഷേ നമ്മളെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ച അയാളുടെ നോട്ടത്തിന് നിന്ന് കൊടുത്തിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അയാൾ എന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓരോരുത്തരും ഓരോ നിയമവശങ്ങളുണ്ട്. ഒരാൾ എന്നെ ലൈംഗിക ചുവയുള്ള ഭാഷ ഇന്ന് ഉപയോഗിച്ചു, ഇന്നലെ ഉപയോഗിച്ചു, ഞാൻ കണ്ണടച്ചു, എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ സുഹൃത്തായി കണ്ടു. ഇപ്പം കൃഷ്ണേന്ദു എന്നെ തെറി വിളിക്കുന്നു, ഇന്നിരുന്ന് തെറി വിളിക്കുകയാണ്, ഡാഷ് 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 പല തെറികൾ മലയാളികൾക്ക് അറിയാലോ, തെറി വിളിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു സാരമില്ല കൃഷ്ണേന്ദു, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. നാളെ നീ എന്നെ തെറി വിളിക്കുന്നു, മറ്റന്നാളും
തെറി വിളിക്കുന്നു, ഒരാഴ്ച എന്നെ തെറി വിളിച്ചാൽ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. എന്നിട്ട് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൃഷ്ണേന്ദു എന്നെ തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ നമ്മുടെ ചാനലിലെ മെയിൻ MD-യോട് പറയുന്നു കൃഷ്ണേന്ദു എന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തെറി വിളിക്കുന്നു, പക്ഷേ അപ്പോഴെല്ലാം ഞാൻ സൗഹൃദം തുടർന്നു, ഇപ്പോഴും അവൾ എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ തെറി വിളിക്കാൻ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതെന്തായാലും അവിടെ വില പോകില്ല. അപ്പോൾ അതെന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കോടതി ചോദിക്കുക. അത് എത്രമാത്രം ശരിയാവുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഇതുവരെയുള്ള റിനിയുടെ പറച്ചിൽ വെച്ച് സംസാരം വെച്ചിട്ട് അത് ശരിയാവുന്നു. ഇനിയുള്ളത് ആ ഓഡിയോ ക്ലിപ്പിന്, അത് എന്തായാലും ആ പെൺകുട്ടി പരാതിയുമായി വരുമോ എന്നുള്ളത് അറിയില്ല. അതും ഒരു പക്ഷേ രാഹുലിന് തടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് രാഹുൽ 2 തവണ പറഞ്ഞത് നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനല്ല. അങ്ങനെ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനല്ലാത്തിടത്തോളം കാലം ഒരു ആരോപണ വിധേയനാണ്. ഒരു ആരോപണ വിധേയനായ ഒരു കോൺഗ്രസിലെ യുവ നേതാവിനോട് ഇത്രയും ഒരു അരോചകം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതി VD സതീശന് എടുക്കാൻ പാടില്ല, KPCC നേതൃത്വം എടുക്കാൻ പാടില്ല എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. മറ്റുള്ളവരും എങ്ങനെ കാണുന്നു എന്നുള്ള അറിയത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എത്രയോ ആരോപണ വിധേയർ മാത്രമല്ല, FIR ഇട്ട് കേസ് കിടക്കുന്ന മന്ത്രിമാർ ഇന്ന് അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് വിലപ്പോലും. ഇനി രാഹുൽ വന്നാൽ പോലും ഒരു പക്ഷേ ഭരണപക്ഷം മിണ്ടത്തില്ല. കാരണം ഇല്ല, VD സതീശൻ പറഞ്ഞല്ലോ, ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ നേരെ നോക്കി നിൽക്കുമ്പോൾ പിന്നെ അവർ അനങ്ങും ഇല്ലേ. ഇനിയിപ്പോൾ നാളെ പാലക്കാട് രാഹുൽ പോയാൽ ചിലപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് പ്രതിഷേധം അധികം ഉണ്ടായിരിക്കും. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അധികമില്ല, കുറച്ചധികം ഉണ്ടായിരിക്കും. പക്ഷേ SFI DYFI അതെ, ചിലപ്പം DYFI SFI ഒന്ന് ചില പ്രതിഷേധങ്ങളൊക്കെ നടത്തുമെങ്കിലും വലിയ രീതിയിൽ അവർ മുമ്പോട്ട് പോകില്ല. ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ കൊല്ലം മുകേഷിൻ്റെ മണ്ഡലത്തിലും മറ്റു പല മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം നടത്താം. ഇറക്കി വിടൂ, ഇപ്പോൾ ആരോപണ വിധേയൻ അല്ലെങ്കിൽ കേസ് കിടക്കുന്ന വ്യക്തി ഇനി ഇത് തുടരാൻ പാടില്ല എന്ന് അവർ പറഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് DYFIയോ SFIയോ ഒക്കെ കുറച്ചൊന്ന് മാറിക്കും. പക്ഷേ BJP ചിലപ്പോൾ കാര്യമായിട്ട് കാരണം അവരുടെ ഒരു പാലക്കാട് മണ്ഡലം അവർക്ക് തിരിച്ചു പിടിക്കാനുള്ള അല്ലെങ്കിൽ അവരിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ് അവിടെ വെട്ടിലാകുന്നത്. കോൺഗ്രസ് രാഹുലിന് പ്രതിരോധം തീർക്കേണ്ടിയിരിക്കും. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA അല്ലെങ്കിൽ കൂടി കോൺഗ്രസ് ജയിപ്പിച്ച MLA ആണ് അല്ലേ, കോൺഗ്രസിൻ്റെ MLA ആയിട്ട് തന്നെയാണ് രാഹുൽ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ രാഹുലിനെ അവിടെ കിടക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വല്ലാണ്ട് ബാധിക്കും. അത് BJPയിലേക്ക് വോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടുത്തെ DCC രാഹുലിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിയിരിക്കുന്ന ഒരു സമ്മർദ്ദ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. രാഹുൽ തന്നെ MLA സ്ഥാനം രാജിവെക്കത്തില്ല. എടുക്കുന്ന നിലപാട് കൃത്യതയും വ്യക്തതയും ഉള്ളതാണ്. രാഹുൽ ഇതുവരെ എടുത്തിട്ടുള്ളത് വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ. ഇവിടെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്ന കോൺഗ്രസും VD സതീശനും KPCC പ്രസിഡന്റും ഒക്കെയാണ്. കാരണം പാലക്കാട് കോൺഗ്രസ് ഇപ്പോൾ രാഹുലിന് പ്രതിരോധം തീർത്തില്ല എന്നുണ്ടെങ്കിൽ BJP എവിടെ കടന്നു കയറും. രാഹുലിനെ ഒരു പക്ഷേ അകത്തേക്ക് കടക്കാൻ സമ്മതിക്കില്ലായിരിക്കാം. ഒരു പക്ഷേ ജനപിന്തുണയുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അവിടെ അസാധുവോ, അതെങ്ങനെയാണെന്നുള്ള അറിയില്ല. പക്ഷേ പാലക്കാട് അടുത്ത BJP പിടിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടുന്ന ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. ഈ 2 അവസ്ഥയിൽ കോൺഗ്രസ് നിൽക്കുകയാണ്, പ്രതിരോധത്തിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുമാനം പാലക്കാട് DCC ഒരു പക്ഷേ കവചമായി വരാൻ സാധ്യതയുണ്ട്. ഇനി നിന്നില്ലെങ്കിൽ തന്നെ ജനം എന്ന് പറയുന്ന ഒരു വികാരത്തെ അണികളുണ്ടല്ലോ, കോൺഗ്രസ് അണികളെ, അവരെ നിർത്തിക്കൊണ്ട് ഒരു പക്ഷേ രാഹുലിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ കവചമായി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പാലക്കാട്ടേക്ക് പോകുന്ന രാഹുലിനെയാണ് ഇനിയിപ്പം ജനം നോക്കിക്കാണുന്നത്. നിയമസഭയിൽ തീർച്ചയായിട്ടും രാഹുൽ ഈ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ, ഇതൊക്കെ ഒന്ന് ചോദ്യോത്തരവേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് കലങ്ങി ഒരു ലെവലാകുമ്പോൾ രാഹുൽ എൻട്രി വരും. തീർച്ചയായിട്ടും രാഹുൽ ചില ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പാലക്കാടുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിന് വേണ്ടിയും രാഹുൽ സംസാരിക്കും വിത്ത് പെർമിഷൻ ഓഫ് സ്പീക്കറുടെ സാന്നിധ്യത്തിൽ തന്നെ രാഹുൽ അത് സംസാരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് 12 ദിവസമാണ്, കട്ട വെയിറ്റിങ്ങിൽ നമുക്കും ഇരിക്കാം.